ദുബായിൽ പ്രവാസികളുടെ ജീവിത ചെലവ് വീണ്ടും ഉയരുമെന്ന സൂചന നൽകിക്കൊണ്ട് പാർക്കിംഗ് നിരക്കുകളിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. നഗരത്തിലെ ഏറ്റവും വലിയ പാർക്കിംഗ് സേവനദാതാക്കളായ പാർക്കിൻ നിരക്ക് വർധനയ്ക്കായി RTA സമീപിച്ചിരിക്കുകയാണ്. ഇത് പ്രവാസി കുടുംബങ്ങളെയും ബാച്ചിലർമാരുടെയും ഒക്കെ പ്രതിമാസ ബജറ്റിനെ കാര്യമായി തന്നെ ബാധിച്ചേക്കാം. ശമ്പള വർധനവിനേക്കാൾ വേഗത്തിൽ ജീവിത ചെലവ് ഉയരുന്ന പ്രവാസികൾക്ക് ഈ പാർക്കിംഗ് പരിഷ്കാരം അപ്രതീക്ഷിത സാമ്പത്തിക ബാധ്യതയായി മാറും. വാടകയ്ക്കും ഇന്ധനത്തിനുമെല്ലാം ഒപ്പം തന്നെ പാർക്കിങ്ങിനായി കൂടി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ പ്രവാസികളുടെ സമ്പാദ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ മാറ്റം പ്രവാസികളുടെ പോക്കറ്റിനെ കാലിയാക്കുമെന്ന് ചുരുക്കം. ദുബായിലെ വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മാറ്റങ്ങൾക്കാണ് നഗരത്തിലെ ഗതാഗത മേഖല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ കീഴിലുള്ള പ്രധാന പാർക്കിംഗ് സേവനദാതാക്കളാണ് പാർക്കിൻ. ഇവരാണ് ഇപ്പോൾ നിരക്ക് വർധനയ്ക്കായി RTA സമീപിച്ചിരിക്കുന്നത്. വരും മാസങ്ങളിൽ വാഹന പാർക്കിംഗ് ചെലവേറിയതാകും. നഗരത്തിലെ വർദ്ധിച്ചു വരുന്ന വാഹന തിരക്കും പാർക്കിംഗ് സൗകര്യങ്ങളുടെ ലഭ്യതയും കണക്കിലെടുത്താണ് ഈ പുതിയ പരിഷ്കാരം നടപ്പിലാക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ പാർക്കിംഗ് ചാർജുകളിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പുതിയ നീക്കം സാധാരണക്കാരായ പ്രവാസികളെയും ബിസിനസ് ഉടമകളെയും ഒരുപോലെ ബാധിക്കും. സാമ്പത്തിക ആസൂത്രണത്തിലും യാത്രാരീതികളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് പ്രവാസികൾക്ക് ചിലവ് കൂടുമെന്ന് ചുരുക്കം. പാർക്കിംഗ് നിരക്കിലും സീസണൽ കാർഡ് ഉപയോഗത്തിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് അപേക്ഷ നൽകിയതായി പാർക്കിംഗ് അറിയിച്ചു കഴിഞ്ഞു. അപേക്ഷയിൽ അംഗീകാരം ലഭിച്ചാൽ പാർക്കിംഗ് നിരക്കിൽ വർധനവുണ്ടാകുമെന്നാണ് കമ്പനി പറയുന്നത്. 2026 ഫെബ്രുവരി പകുതിയോടെ RTAക്ക് കമ്പനി ഔപചാരികമായി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. വെയ്റ്റഡ് ആവറേജ് പബ്ലിക് പാർക്കിംഗ് താരിഫ് വർദ്ധിപ്പിക്കാനാണ് വിവിധ ക്രമീകരണങ്ങൾക്കായി അപേക്ഷ നൽകിയത്. സീസണൽ കാർഡ് ഘടനയിലും താരിഫുകളിലും മാറ്റങ്ങൾ വരുത്തണമെന്നും ഇതിൽ പറയുന്നുണ്ട്. അപേക്ഷ ലഭിച്ചതായി RTAയും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 2025 മൂന്നാം പാദത്തോടെ ദുബായിൽ പെയ്ഡ് പാർക്കിംഗിന്റെ ശരാശരി മണിക്കൂർ ചെലവ് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 51% വർദ്ധിപ്പിച്ചിരുന്നു. 2025 ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ പാർക്കിംഗിന് മണിക്കൂറിന് 3.03 ദിർഹമാണ് വർദ്ധിച്ചത്. അതേസമയം റോഡിലെ നിയമലംഘനങ്ങൾക്ക് വൻ പിഴയടച്ച് കൈപൊള്ളുന്നവർക്ക് ഒരു ആശ്വാസ വാർത്ത അബുദാബി പോലീസ് നൽകുന്നുണ്ട്. നേരത്തെ അടയ്ക്കൂ തീർച്ചയായും നേടാം എന്ന പുതിയ ക്യാമ്പയിനിലൂടെ ട്രാഫിക് പിഴകളിൽ വൻ ഇളവുകളാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. പിഴകൾ കുടിശ്ശികയാകാതെ കൃത്യസമയത്ത് അടയ്ക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും സുരക്ഷിതമായ ഡ്രൈവിംഗ് സംസ്കാരം വളർത്താനുമാണ് ഈ നീക്കം. അതിലൊരു കാര്യം കൂടിയുണ്ട്. അതീവ ഗുരുതര നിയമലംഘനങ്ങൾക്ക് ഈ ഇളവ് ബാധകമാകില്ല. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, പുതിയ നിയമപ്രകാരം ട്രാഫിക് നിയമലംഘനം നടന്ന് ആദ്യ 60 ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കുന്നവർക്ക് ആകെ തുകയുടെ 35% വരെ ഇളവ് ലഭിക്കും. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാലുടൻ പിഴയൊടുക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യമാണിത്. എന്നാൽ അതീവ ഗുരുതരമായ ഗതാഗത നിയമലംഘനങ്ങൾക്ക് ഈ ആനുകൂല്യം ബാധകമാകില്ലെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ 60 ദിവസത്തിനുള്ളിൽ പണമടയ്ക്കാൻ സാധിക്കാത്തവർക്കും നിരാശപ്പെടേണ്ടതില്ല. പിഴ ലഭിച്ച് 60 ദിവസത്തിന് ശേഷമാണെങ്കിലും 1 വർഷത്തിനുള്ളിൽ തുക ഒടുക്കുകയാണെങ്കിൽ 25% ഇളവ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. 1 വർഷത്തെ പരിധി കഴിഞ്ഞാൽ ഈ ആനുകൂല്യം നഷ്ടപ്പെടും. സാമ്പത്തിക ബാധ്യതയുള്ളവർക്ക് പിഴത്തുക ഭാരമാകാതിരിക്കാൻ പ്രമുഖ ബാങ്കുകളുമായി ചേർന്ന് പലിശരഹിത തവണ വ്യവസ്ഥയും, അതായത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഫസ്റ്റ് അബുദാബി ബാങ്ക്, അതായത് FB, അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക്, അബുദാബി ഇസ്ലാമിക് ബാങ്ക്, മഷ്റഖ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ വഴി ലളിതമായ തവണകളായി പിഴ അടയ്ക്കാൻ സാധിക്കും. അബുദാബി പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ താം സ്മാർട്ട് സർവീസ് പ്ലാറ്റ്ഫോം വഴിയോ വളരെ എളുപ്പത്തിൽ പിഴകൾ പരിശോധിക്കാനും തുക അടയ്ക്കാനും ഒക്കെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ദുബായിലെ പാർക്കിംഗ് നിരക്കിലെ വർധനവ് പ്രവാസികളുടെ പോക്കറ്റിന് തിരിച്ചടിയാകുമ്പോൾ അബുദാബിയിലെ ട്രാഫിക് പിഴ ഇളവുകൾ വലിയൊരു ആശ്വാസമായി മാറുന്നുണ്ട്. നിയമങ്ങൾ അനുസരിച്ചും കൃത്യസമയത്ത് ബാധ്യതകൾ തീർത്തും മുന്നോട്ട് പോകുന്നത് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ പ്രവാസികളെ സഹായിക്കുന്നതാണ്. മാറുന്ന ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ചും സബ്സിഡികളെ കുറിച്ചും കൃത്യമായ ധാരണയുണ്ടെങ്കിൽ പ്രവാസികൾക്ക് തങ്ങളുടെ ബജറ്റ് മികച്ച രീതിയിൽ നിയന്ത്രിക്കാനാകും. സുരക്ഷിതമായി വാഹനം ഓടിക്കുന്നതും ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നതും പണം ലാഭിക്കുന്നതിനൊപ്പം തന്നെ സുരക്ഷിതമായ ഒരു നാളെയെ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്.